കൈയുടെ ഏത് ഭാഗത്തു നിന്നും ആദിത്യ മണ്ഡലത്തിലേക്ക് വരുന്ന രേഖയെ ആദിത്യരേഖ അല്ലെങ്കിൽ വിദ്യാരേഖ എന്ന് പറയുന്നു. ഈ രേഖയ്ക്ക് സൂര്യരേഖ എന്നും പേരുണ്ട്. ആദിത്യരേഖ ആയുർരേഖയിൽ നിന്ന് ആരംഭിച്ചാൽ ജന്മനാൽ ഭാഗ്യവാനായിരിക്കും. ജന്മനാൽ ഭാഗ്യവാനായിരിക്കും. ഭാഗ്യരേഖയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എങ്കിൽ ഭാഗ്യരേഖയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എങ്കിൽ സ്വപ്രയത്നം കൊണ്ട് ഉന്നതിയിലെത്തും. സ്വപ്രയത്നം കൊണ്ട് ഉന്നതിയിൽ എത്തും. ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആദിത്യരേഖ ആരംഭിച്ചാൽ കലാകാരൻ പരസഹായത്താൽ ഉന്നതിയിൽ എത്തിയവൻ. കലാകാരൻ പരസഹായത്താൽ ഉന്നതിയിൽ എത്തിയവൻ എന്നിവരുടെ ലക്ഷണമാണ്. ബുദ്ധിരേഖയിൽ നിന്ന് ആദിത്യരേഖ ആരംഭിച്ചാൽ ബുദ്ധിരേഖയിൽ നിന്നും ആദിത്യരേഖ ആരംഭിച്ചാൽ വാസനാ ബലമുള്ളയാളും വാർദ്ധക്യത്തിൽ അംഗീകാരം നേടുന്നവനും ആയിരിക്കും. ഹൃദയരേഖയിൽ നിന്നും ആദിത്യരേഖ ആരംഭിച്ചാൽ വാർദ്ധക്യത്തിൽ ഗുരുതുല്യരായി മാറും.
രവിമണ്ഡലത്തിൽ മാത്രം കാണുന്ന രവിമണ്ഡലത്തിൽ മാത്രം കാണുന്ന രവിരേഖ 40 വയസ്സിന് ശേഷമുള്ള 40 വയസ്സിന് ശേഷമുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നു. ആദിത്യനിൽ കാണുന്ന അനേകം രവിരേഖകൾ ധനവൈഷമ്യത്തെയും വിജയ തടസ്സത്തെയും സൂചിപ്പിക്കുന്നു. രവിരേഖ മുറിഞ്ഞാൽ അഭിമാനക്ഷതവും ധനനഷ്ടവും ഫലം. രവിമണ്ഡലത്തിൽ ആദിത്യരേഖയ്ക്ക് 3 ശാഖകൾ ഉണ്ടായാൽ പല വിധത്തിൽ വിജയമുണ്ടാകും. രവിരേഖ ഹൃദയരേഖയിൽ സ്പർശിക്കുന്ന ഭാഗത്ത്, രവിരേഖ ഹൃദയരേഖയിൽ സ്പർശിക്കുന്ന ഭാഗത്ത് കറുത്ത പുള്ളി ഉണ്ടായാൽ നേത്രരോഗം, രവിരേഖയിൽ വൃത്തം കണ്ടാൽ ഉന്നത വിജയം.
തൽക്കാലം അത്രയും മതി. അടുത്ത എഴുതിക്കോളൂ, വിവാഹരേഖ. ബുധമണ്ഡലത്തിന്റെ പാർശ്വത്തിലാണ് വിവാഹരേഖ കാണുന്നത്. വിവാഹരേഖ തെളിഞ്ഞു കാണുന്ന സമയത്ത് വിവാഹം നടക്കും. വിവാഹരേഖയോട് ചേർന്ന് ഒരു ചെറുരേഖ ഉണ്ടായാൽ പ്രേമവിവാഹം. നീളം കുറഞ്ഞ വിവാഹരേഖ പ്രേമവിവാഹത്തെ സൂചിപ്പിക്കുന്നു. നീളം കൂടിയ വിവാഹരേഖ ബന്ധുത്വത്തിൽ നിന്ന് വിവാഹം. വിവാഹരേഖയുടെ അഗ്രം വളഞ്ഞ് ഹൃദയരേഖയിൽ തൊട്ടാൽ ഭാര്യ രോഗിയായിരിക്കും. വിവാഹരേഖ രണ്ടായി മുറിഞ്ഞാൽ ബന്ധം വേർപെടും. വിവാഹരേഖയുടെ അഗ്രം രണ്ടായി പിളർന്നാൽ
ബന്ധം വേർപെടും. മുറിഞ്ഞ വിവാഹരേഖ ഓവർലാപ്പ് ചെയ്ത് കണ്ടാൽ വേർപിരിഞ്ഞ ബന്ധം പുനഃസ്ഥാപിക്കും, തിരിച്ചു വരും, അല്ലെങ്കിൽ വീണ്ടും യോജിക്കും. വിവാഹരേഖയിൽ ദീപടയാളം വിവാഹരേഖയിൽ ദീപടയാളം കണ്ടാൽ പങ്കാളി അവഖ്യാതി കേൾക്കും. അത്യാവശ്യം കാര്യങ്ങൾ അതിനകത്തായിട്ടുണ്ട്. മതിയാവും. നമുക്ക് വേഗത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ശരി, നമുക്ക് അടുത്തെഴുതാം. സന്താനരേഖ. ബുധമണ്ഡലത്തിന് കീഴ്ഭാഗത്ത് ചന്ദ്രമണ്ഡലത്തിന് മുകളിലുമായി ബ്രാക്കറ്റിൽ ചൊവ്വ. ബുധന് താഴെ ചന്ദ്രന് മുകളിൽ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. സന്താനരേഖ കാണും. വീതി കുറഞ്ഞ് തേൻ നിറമുള്ളതും അഗ്രം കൂർത്തതുമായ സന്താനരേഖ ആൺ സന്താനത്തെ സൂചിപ്പിക്കുന്നു.
തമ്മിൽ പിരിഞ്ഞതോ ചുവട്ടിൽ ശാഖാരേഖകളോട് കൂടിയ സന്താനരേഖ പെൺസന്താനത്തെ സൂചിപ്പിക്കുന്നു. നീളം കുറഞ്ഞ സന്താനരേഖയും പെൺസന്താനത്തെ സൂചിപ്പിക്കുന്നു. സന്താനരേഖ ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യം വരെ എത്തിയാൽ പ്രശസ്തനായ പുത്രനായിരിക്കും. അവ്യക്തമായതോ ചിതറിയതായതോ ആയ സന്താനരേഖ സന്താന നാശത്തെ സൂചിപ്പിക്കുന്നു. നമ്മള് ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം നമ്മളിന്ന് ഫിനിഷ് ചെയ്തൊക്കെയാണ്. പക്ഷെ ക്ലാസ്സിൽ നിന്ന് 4 പേര് മാത്രമേ ഉള്ളൂ. മറ്റാരും ക്ലാസ്സിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അന്ന് കൊടുത്ത ആ പിക്ചർ ഇന്ന് കഴിവിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാവാം ബാക്കിയുള്ളവരിന്ന് ക്ലാസ്സിൽ വരാത്തത്. അവരടുത്ത ദിവസം ഇന്നത്തെ വീഡിയോ വാങ്ങിച്ച് ഈ നോട്ട്സ് എഴുതുകയും ചെയ്യും. നല്ലത്. അപ്പോൾ പഠിക്കാനുള്ള താല്പര്യക്കുറവാണ് അത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ക്ലാസ് നമ്മൾ പഠിപ്പിക്കാനുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ചു എന്നൊരു ധാരണ എനിക്കുണ്ട്. എല്ലാം അല്ല, അത്യാവശ്യം ഒരു കൈ കണ്ടാൽ തൻ്റെ ഇടത്തോടെ പിടിച്ചു നോക്കാൻ
എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം, കഴിയും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിലുള്ളവരൊന്ന് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെട്ട ലാൽ മാഷെ. ഇപ്പൊ ക്ലാസ്സിൽ അവശേഷിക്കും. ഇന്നിപ്പോ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാരും ഒന്ന് നമ്മൾ പലരെയും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുക. എന്താണ്, എന്ത് ചെയ്യുന്നു, പേര്, സ്ഥലം, അതുപോലെ നിങ്ങളെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറയുക. മാത്യു സാർ തന്നെ തുടങ്ങിക്കോ. സാറേ നമസ്തേ. എന്നാ ജയൻ പറഞ്ഞോളൂ. എന്റെ പേര് ജയൻ എന്നാണ്. ഞാന് കരിക്കകത്താണ്. ശരിക്കും സ്വന്തം നാട് കാസർഗോഡാണ്, നീലേശ്വരം, കാസർഗോഡ്. ഇപ്പൊ കരിക്കകത്ത് ചാമുണ്ഡി ക്ഷേത്രത്തില് ജോലി ചെയ്യുന്നു. അമ്പലത്തിലെ പൂജാരിയാണ്. സഹമത്സ്യാന്തി ആയിട്ട് ജോലി ചെയ്യുന്നു. 6 വർഷമായി ഇവിടെ. 2019 മുതൽ ഇവിടെ ഉണ്ട്. സാറിന്റെ ക്ലാസ്സുകളൊക്കെ വളരെ നന്നായിരുന്നു. ഞാൻ സാറിന്റെ തന്നെ ജ്യോതിഷം ക്ലാസ്സിലും കൂടെ ഉണ്ട്. മോഹൻ സാർ എടുക്കുന്ന ജ്യോതിഷത്തിന്റെ ക്ലാസ്സില് അഡ്വാൻസ്ഡ് കോഴ്സിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതില് കുറെ സംശയങ്ങളുണ്ട്. ഇപ്പൊ നേരിട്ട് ക്ലാസ് ഞാൻ സാറിനോടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ സാർ ഒന്ന് ശ്രമിച്ചാൽ വളരെ നന്നായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ താമസിക്കുന്നത് കരിക്കകത്ത് അമ്പലത്തിന് അടുത്ത് തന്നെയാണ്. ആരെങ്കിലൊക്കെ അമ്പലത്തിൽ സാർ മാക്സിമം ശ്രമിക്കണം. അതിന് വരാൻ ഞങ്ങൾ എന്തായാലും തയ്യാറാണ്. കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ എല്ലാവരും പരിചയമില്ല, വീഡിയോ ഒന്നും കാണാത്തോണ്ടേ. നോട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താല്പര്യമുണ്ട്. ഒരു പ്രാക്ടിക്കൽ ക്ലാസ് കൂടെ. പലരുടെ കൈയും പല തരത്തിലായിരിക്കുമല്ലോ സാറേ. അതുകൊണ്ട് നമ്മുടെ കൈ നോക്കുമ്പോൾ നമുക്ക് തന്നെ സംശയങ്ങൾ വരുന്നു. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള കൈ കാണുമ്പോൾ ചില ഡൗട്ട് വരുന്നുണ്ട്. തീർച്ചയായും സാർ. താങ്ക് യു. ഗുഡ് ഈവനിങ് സാർ. എന്റെ പേര് സിദ്ധാർത്ഥ. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്, വട്ടിയൂർക്കാവുള്ള. വീഡിയോ ഓൺ ചെയ്യണേ. ക്യാമറ വീഡിയോ നെറ്റ് കുറവാ, നോക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ സാർ? ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കാണാം. ഓക്കെ. ഞാൻ ഡോക്ടറാ. ഞാൻ MBBS കഴിഞ്ഞിപ്പോ ഫാർമക്കോളജി PG കഴിഞ്ഞു. ഇനിയിപ്പോ എവിടെയെങ്കിലും ജോലിക്ക് കയറണം. ഇപ്പൊ 6 months ആയുള്ളൂ സീനിയർ റെസിഡൻസി കഴിഞ്ഞിട്ട്. എവിടെ സ്ഥലം? ട്രിവാൻഡ്രത്ത് തന്നെ, വട്ടിയൂർക്കാവിലാണ്. പേര്? സിദ്ധാർത്ഥ. ഇതിനകത്ത് മറ്റൊരു പേരാ കാണിക്കുന്നേ, മാക്സ്. അത് ഇമെയിൽ ഐഡിയിലെ പേരാ. ഓക്കെ. ഫാർമക്കോളജി കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞു സാർ. സീനിയർ റെസിഡൻസി മെയ് കഴിഞ്ഞു. ഇനിയിപ്പം ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാന്ന് വെച്ചതാ. എവിടെയെങ്കിലും ആയോ? അല്ല, ഞാൻ ആക്ച്വലി ഒരു ജനുവരി ഇനി നോക്കുന്നുള്ളൂ. ഞാൻ കുറച്ചുനാൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ ഈ ക്ലാസ്സിനെല്ലാം ജോയിൻ ചെയ്ത. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, താങ്ക് യു. സിദ്ധാർത്ഥിന് ഒരു വലിയ നേട്ടമുണ്ട്. കാരണം സിദ്ധാർത്ഥിന് വലിയ നേട്ടമുണ്ട്. സിദ്ധാർത്ഥിന്റെ കൊളീഗ് ധാരാളം പേരുണ്ട്. ഡിഫറെന്റ് ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള കൊളീഗ്സ് ധാരാളം പേരുണ്ട്. അവരുടെ കൈകൾ പിടിച്ചു നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സാർ. ഇപ്പൊ ആക്ച്വലി പലരും പലയിടത്താ വർക്ക് ചെയ്യുന്നത്. നേരിട്ട് കാണുമ്പോ എന്തായാലും എല്ലാവരുടെയും നോക്കാൻ പ്ലാൻ ഉണ്ട്. ഒന്ന് നോക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഡിഫറെന്റ് വെറൈറ്റീസ് ആയിരിക്കും. അതുതന്നെ പരിചയപ്പെടുന്ന പേഷ്യന്റിനെയും ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. ഓക്കെ, താങ്ക് യു. അടുത്ത മാത്യു സാറേ. മൈക്ക് ഓൺ ചെയ്തോ? മൈക്ക് മാത്യു സാർ.
മൈക്ക് ഓഫാണ്, മൈക്ക് ഓൺ ചെയ്യണേ. നെറ്റ്വർക്ക് എന്തോ തകരാറുണ്ട്. ഇനി അടുത്ത ആരെങ്കിലും അജിലാലുണ്ടല്ലോ. എന്റെ പേര് അജിലാൽ, എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഞാൻ സ്കൂളിൽ ക്യാമറ വ്യക്തമല്ല കേട്ടോ, ഫേസ് കിട്ടുന്നില്ല, നല്ല ഇരുട്ടാ. ഇവിടെ തിരിഞ്ഞ ലൈറ്റ് നേരെ തിരിഞ്ഞാൽ പ്രകാശം, മുഖത്ത് പ്രകാശം കിട്ടും. പറയൂ. എന്റെ ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കൊട്ടാരക്കരയാണ് എന്റെ വീട്. സ്കൂളിൽ ടീച്ചറാണ്. സാറിന്റെ ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് ഒരു ലൈബ്രറി ഒരു ക്ലാസ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങള് അജിത്, നമ്മുടെ ലാൽ മാഷിനോട് സംസാരിക്കുക, എന്താ ചെയ്യാൻ കഴിയും അദ്ദേഹം ചെയ്യും. ഓക്കെ, അദ്ദേഹത്തെ സംസാരിക്കുക. അപ്പൊ സാറിന്റെ ക്ലാസ്സിനെല്ലാം താങ്ക്സ് സാർ. താങ്ക് യു. അധ്യാപകനാണോ? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഓക്കെ. ഇവിടെ നെറ്റ് കുറവാണ്, അത് കട്ടാവും. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. മാത്യു സാർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഇവിടെ നെറ്റ് കുറവാണ്, അതാ പ്രശ്നം. പിന്നെ എന്റെ പേര് മാത്യു ആണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് താമസിക്കുന്നത്. എവിടെ? കോഴിക്കോട് ജില്ലയിലെ നാദാപുരം വിലങ്ങാട്. വടകര നാദാപുരം. ഞാൻ അടിസ്ഥാനപരമായിട്ട് കൃഷിക്കാരനാണ്. എന്നിരുന്നാലും 30 വർഷമായിട്ട് ഞാൻ സർവേ ഫീൽഡിലാണ്, ഡിജിറ്റൽ സർവേയിലെ സർവേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒക്കെ ഇപ്പൊ ജന്മനാ താല്പര്യമുള്ളതായിരുന്നു. ഇപ്പൊ നല്ലൊരു അവസരം വന്നപ്പം സാറിനെ പരിചയപ്പെട്ടപ്പം കോഴ്സിന് ചേർന്നാണ്. ഈ കോഴ്സ് വളരെയധികം ഇഷ്ടപ്പെട്ടു. സാറിന്റെ അവതരണ രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു, ക്ലാസ് എടുക്കുന്ന രീതിയും വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നേരത്തെ അറിയിക്കുകയാണ്, നേരത്തെ കിട്ടുന്ന ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ലാൽ മാഷിനെ വിളിച്ചാൽ മതി, അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം വേണ്ടത് ചെയ്തു തരും. അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം കാണിക്കില്ല, വേണ്ടതെന്ന് ചെയ്യും അദ്ദേഹം. അക്കാര്യത്തിൽ അദ്ദേഹം വളരെ മറ്റാരെ പോലും അല്ല. സാധാരണ ഇങ്ങനെ ക്ലാസ് ചെയ്യുന്ന ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹം അതല്ല, കൂടെ കൂട്ടുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അതെയോ? നമ്മളെ കൂട്ടുന്ന ആളാണ്. ഞാന് സാറിന്റെ അടുത്ത്, ലാൽ സാറിന്റെ അടുത്ത് 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, ഓഫീസിൽ വന്നിട്ടുണ്ട്. അത് ശരി. അപ്പൊ സാറിന് അടുത്തറിയാമല്ലോ ഞാൻ പറയണല്ലോ. 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, സാറുമായി സംസാരിച്ചാൽ മതി, എന്താണെന്ന് വെച്ചാൽ സാർ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ ഇതിന്റെ ഒരു പരീക്ഷ കൂടി നടത്തുന്നുണ്ട്. അപ്പൊ അത് ഈ മാസം തന്നെ ഉണ്ടാവും പരീക്ഷ. അപ്പൊ വളരെ ലളിതമായൊരു പരീക്ഷയായിരിക്കും. നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പിന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ തരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് വന്ന് വാങ്ങാനും അതുപോലെ ചെറിയൊരു ക്ലാസ്സും കൂടി ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. വാങ്ങിയിട്ട് പോവാം. അതിനോടൊപ്പം നമുക്ക് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. സാറേ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ സാർ മുമ്പ് പറഞ്ഞിരുന്നു കുറച്ച് ബുക്സ് ഒക്കെ നമുക്ക് റെഫർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാന്നുള്ളത് പിന്നീട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ജയമാഷി, ഇത്രേ ഉള്ളൂ. ബുക്ക് സ്റ്റാളിൽ കയറുക. പാമിസ്ട്രിയുടെ ഒക്കെ പുസ്തകം ഇരിക്കുന്ന ഒരു ഭാഗത്തായിരിക്കും. പുസ്തകം എടുത്ത് മറിച്ചു നോക്കുക, കണ്ടന്റ് നോക്കുക. കാരണം പഴയ കാലത്തുള്ള പബ്ലിക്കേഷൻസ് ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ അതൊക്കെ എടുത്തിട്ട് ആൾക്കാർ പുതിയ പുസ്തകങ്ങൾ ഇറക്കുന്നത്. കണ്ടന്റ് നോക്കാം. നിങ്ങൾക്കിപ്പം ഓരോ സബ്ജക്റ്റിലും ഓരോ ഭാഗത്തിനും നിങ്ങൾക്ക് കുറെ നോളജ് ഉണ്ട്. ആ കണ്ടന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നോ അതെടുക്കുക. കണ്ടന്റ് വായിച്ചു നോക്കിയിട്ട് മാത്രമേ പുസ്തകം സെലക്ട് ചെയ്യാവൂ. അതുകൊണ്ടാണ് നേരത്തെ പുസ്തകം സെലക്ട് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞത്.
ഓക്കെ ഇപ്പം സാർ. നിങ്ങൾക്ക് പുസ്തകം സെലക്ട് ചെയ്യാൻ കഴിയും. കാരണം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ആയുർരേഖ എടുത്താലും ഭാഗ്യരേഖ എടുത്താലും ആദിത്യരേഖ എടുത്താലും ആ രേഖകളെ കുറിച്ചൊരു ധാരണ നിങ്ങളെ മനസ്സിലുണ്ട്. ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, നമ്മൾ പഠിച്ചതിനേക്കാൾ കുറെ കൂടെ കാര്യങ്ങൾ അതിനകത്തുണ്ട്, വ്യാഗല്ല, വായിച്ചാൽ മനസ്സിലാകും എന്ന് തോന്നുമെങ്കിൽ ആ പുസ്തകം എടുക്കുക. ഞാൻ പറഞ്ഞത് വ്യക്തമായല്ലോ. പേരുകൾ ഒരേ പേര് തന്നെ ഒരുപാട് പബ്ലിഷേഴ്സ് ഇറക്കിയിട്ടുണ്ട്, പലതും കോപ്പികളൊക്കെയാണ്. വായിച്ചു നോക്കി, കാരണം നമുക്ക് ബുക്ക് സ്റ്റാളിനകത്ത് വെച്ച പുസ്തകം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു 10-20 മിനിറ്റ് ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, കൊള്ളാം, അങ്ങനെയാണെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഇപ്പൊ വ്യക്തമായും തോന്നുന്നു. അങ്ങനെ എടുത്താൽ മതി. താങ്ക് യു. പിന്നെ ഒരു ഡൗട്ട് കൂടി സാർ, നമ്മളിപ്പോ ഇത് പിന്നെ കൈ നോക്കുമ്പോ വലത്ത് കൈയാണോ ഇടത്ത് കൈയാണോ? ആണുങ്ങൾക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയുമാണ്. ഒന്ന് പ്രത്യേകിച്ച് വലത് കൈ പറയുന്നത്, നമ്മൾ ഈ ഇടത് കൈ പറഞ്ഞ നമ്മള് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ക്യാരി ഓവർ ചെയ്യുന്നതാണെന്നൊരു പറച്ചിലൂടെയുണ്ട്. വലത് കൈ ഈ ജന്മമാണെന്നും പറയുന്നുണ്ട്. വലത് കൈ ഈ ജന്മമാണെന്നും മറ്റത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ക്യാരി ഓവർ ചെയ്യുകയാണെന്നും പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയുമാണ് നമ്മൾ നോക്കുക. പിന്നെ നോക്കുമ്പോൾ ആയുർരേഖയും ശിരോരേഖയും ഹൃദയരേഖയൊക്കെ നോക്കുമ്പോൾ 2 കൈയും എടുത്ത് നോക്കുക. അതിന് താരതമ്യ പഠനത്തിന് നമുക്ക് നന്നായിരിക്കും. ഒരു കൈയിൽ രേഖ മുറിഞ്ഞ് മറ്റൊരു കൈയിൽ മുറിയാതിരിക്കുകയും ചെയ്താൽ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പലയിടത്തും അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആ നെഗറ്റീവിന്റെ ഇന്റൻസിറ്റി കുറയും. അത് 2 കൈ നോക്കുക. ആണുങ്ങൾക്ക് വലത് കൈ തന്നെ എടുക്കുക, സ്ത്രീകൾക്ക് ഇടത് കൈ എടുക്കുക. ആദ്യം കൈ എടുത്താൽ, കൈ കിട്ടിയാൽ, കൈ കണ്ടാൽ ഒരു നിമിഷം നമ്മുടെ കയ്യില് ആ കൈ ഇങ്ങ് വാങ്ങണം. അത് എതിർഭാഗത്തിരിക്കുന്ന ആളിനെ മനസ്സിലാക്കിയിട്ടായിരിക്കണം വാങ്ങേണ്ടത്. ഇപ്പൊ സ്ത്രീകളുടെ ആണെങ്കിൽ ഒരു കാരണവശാലും പുരുഷന്മാർ കൈ വാങ്ങരുത്. അതൊരു, നമ്മുടെ മനസ്സ് എത്ര തന്നെ ശുദ്ധമായിരുന്നാലും അവർക്കതെങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. പുരുഷന്മാരുടെ കൈയാകുമ്പോൾ നമുക്ക് പിടിക്കാം, കയ്യിൽ ഇങ്ങനെ പിടിക്കാം, പിടിച്ച് നോക്കാം, തൊട്ട് നോക്കാം, ചുളിച്ചു നോക്കാം, ഒക്കെ ചെയ്തിട്ട് ഒരു നിമിഷം നമ്മൾ ഈ കയ്യിലൂടെ എങ്ങനെ പോവുക. ഒരു നിമിഷം കയ്യിലൂടെ പോവുക എന്ന് പറയുമ്പോൾ അതിന്റെ മണ്ഡലങ്ങൾ, ആ മണ്ഡലം എങ്ങനെ ഇരിക്കുന്നു, ഓരോ മണ്ഡലവും നോക്കുക, ഓടിച്ചു നോക്കുക മണ്ഡലം. അത് കഴിഞ്ഞ് രേഖകളൊക്കെ ഒന്ന് നോക്കുക, വിരലുകൾ നോക്കുക. അപ്പൊ വിരൽ നോക്കി, മണ്ഡലം നോക്കി, രേഖ നോക്കി, ഇത്രയാകുമ്പോൾ നമുക്ക് ആ കൈയെ കുറിച്ചൊരു ചിത്രം നമ്മുടെ മനസ്സിൽ കിട്ടും. എന്നിട്ട് ഒരു അരികയിൽ കാര്യങ്ങൾ പറയുക. അത് പഠിച്ച ഓർഡർ ആവരുത്, പഠിച്ച ഓർഡർ ആകരുത്. നമ്മളിപ്പോ ആയുർരേഖ എടുക്കുമ്പോൾ ആയുസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, ശിരോരേഖ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, ഹൃദയരേഖ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർത്ത് പറഞ്ഞങ്ങ് പോവുക. പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഒന്ന് റൈറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ആരും 50 സ്റ്റേറ്റ്മെന്റ് പറയാൻ ആവശ്യപ്പെടില്ല. നമുക്കൊരാളുടെ കൈ നോക്കിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റേ അപ്പോൾ പറയാൻ നമുക്ക് തോന്നിയിട്ടുള്ളൂവെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൃത്യമായിരിക്കണം. നിങ്ങളിപ്പോ തുടങ്ങുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരിയായി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാവും. ആസ് എ സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ, പഠിച്ചു തുടങ്ങി പറയുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ പറയുന്ന ഒരു കാര്യം ശരിയായിട്ടായിരിക്കും വരിക. കാരണം നിങ്ങൾ കാണാത്ത കാര്യം കണ്ടിട്ടായിരിക്കും നിങ്ങളത് പറയുക. നിങ്ങൾ കാണാത്ത കാര്യം അറിയാതെ നിങ്ങൾ പറയും, അത് ശരിയാവും. ഇത് ശരിയാകുമ്പോൾ ഒരു തോന്നൽ നിങ്ങൾക്ക് വരും, നിങ്ങൾ പറഞ്ഞാൽ എല്ലാം ശരിയാകും, ഞാൻ പറയുന്നതൊക്കെ ശരിയാകും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരികയും ലേശ അഹങ്കാരം കിട്ടുകയും അതോടൊപ്പം നിങ്ങളുടെ ഇരിക്കുന്ന ഈ നോളജ് നഷ്ടപ്പെടുകയും ചെയ്യും. അത് ഈ ശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. തുടക്കക്കാരൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ഒരാളിപ്പോ ധനനഷ്ടം വരും എന്ന് നിങ്ങൾ പറയുന്നു, യഥാർത്ഥത്തിൽ ധനനഷ്ടത്തിന്റെ ചിഹ്നം നിങ്ങൾ തെറ്റായി ധരിച്ചായിരിക്കും പറഞ്ഞത്. അയാളുടെ കയ്യിൽ ധനനഷ്ടത്തിന്റെ രേഖയുണ്ട്, അത് നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ മറ്റേതോ രേഖ കണ്ടിട്ട് തെറ്റായിട്ടാണ് നിങ്ങൾ അപ്പോഴും അറിയാതെ പറഞ്ഞു. പക്ഷെ അത് അയാൾക്ക് സംഭവിക്കും, കാരണം അയാളുടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ബോണസാണ്.
ആ ബോണസ് കിട്ടുമ്പോൾ ഞാൻ കുഴപ്പക്കാരനൊന്നുമില്ലാത്ത ആളായ എൻ്റെ ആരെ കൈ കണ്ടാലും ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയും എന്നൊരു തോന്നലിലേക്ക് നിങ്ങൾ അറിയാതെ എത്തപ്പെടും. അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കും. അപ്പം എപ്പോഴും വിനയം ഉണ്ടായിരിക്കണം ഈ ശാസ്ത്രത്തിൽ. ഇത് മാത്രമല്ല, ജ്യോതിഷം തുടങ്ങിയിട്ട് വരുന്ന ഇത്തരത്തിലുള്ള എല്ലാ ശാസ്ത്രവും കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് വിനയം ഉണ്ടായിരിക്കണം. 2, ഞാൻ ഇതിൽ പൂർണ്ണമായി അറിവ് നേടിയ ഒരാളെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകരുത്. എന്നുവെച്ചാൽ എന്തും മറുപടി പറയാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ബോധം അത് വേണ്ട. ദൈവങ്ങൾ, ഈശ്വരൻ, നമ്മുടെ പൂർവികർ, ഗുരുക്കന്മാർ, അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഭംഗിയായി ചെയ്യും എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊന്നും നിങ്ങളുടേതായ കഴിവല്ലെന്നും അത് പ്രകൃതി നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കഴിവാണെന്നും നിങ്ങൾ ആദ്യം നിങ്ങളെ പഠിപ്പിക്കണം. ഒരു പ്രഡിക്ഷൻ ഭംഗിയായി നമുക്ക് നടത്താൻ കഴിഞ്ഞ് നമ്മൾ പേര് അല്പം പ്രശസ്തിയൊക്കെ നേടിക്കഴിഞ്ഞാൽ അതെനിക്ക് പ്രകൃതി കനിഞ്ഞു തന്ന ഒരു അനുഗ്രഹമാണ്. അതിന് എൻ്റെ പൂർവികരോടും എൻ്റെ ഗുരുക്കന്മാരോടും എനിക്ക് കടപ്പാടുണ്ട് എന്നുള്ള ചിന്തയും നിങ്ങളെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കുമെങ്കിൽ നോ ഡൗട്ട് നിങ്ങൾക്ക് തെറ്റു സംഭവിക്കില്ല. നിങ്ങൾ അറിയാതെ ശരികൾ പഠിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഗുരുത്വം, ഗുരു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പാമിസ്റ്റ് പഠിപ്പിച്ച് എന്നെ നിങ്ങൾ ഗുരുവായി സങ്കല്പിക്കണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു ഗുരുവാകാൻ വേണ്ട ഒരു യോഗ്യതയൊന്നും എനിക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആരെയും ഗുരുവായി സ്വീകരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠന്മാരായ സന്യാസി വര്യന്മാരുണ്ട്, അതിശ്രേഷ്ഠന്മാരായ ആൾക്കാർ. നിങ്ങൾക്ക് അവരെ മനസ്സാ ഗുരുവായി ധരിക്കാം. നിങ്ങൾക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന ആൾക്കാരുണ്ടാവും, അവരെ നിങ്ങൾക്ക് ഗുരുവായിട്ടെടുക്കാം. ഇപ്പൊ ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരാൾ ഇപ്പോ എന്താ പറയാ അമ്പലത്തിലെ പൂജാരിയാണ്. അദ്ദേഹത്തിന് പൂജാതി കർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത ആളെ അദ്ദേഹത്തിന് ഗുരുവായിട്ട് എടുക്കാം. അക്ഷരം പഠിപ്പിച്ച ആളെ തന്നെ എടുക്കണമെന്നില്ല. ഇപ്പൊ നമ്മളെ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന നമ്മുടെ എന്താ പറയാ ഗൗതം അതോ സിദ്ധാർത്ഥോ, പേര് മാറിപ്പോയതാണെന്ന് തോന്നുന്നു, സിദ്ധാർത്ഥ് ഡോക്ടറാണ്. സിദ്ധാർത്ഥ് ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ക്ലാസ്സിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ശാസ്ത്രം അതിലേക്ക് പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരുണ്ട്, പറഞ്ഞു കൊടുത്തു കൊണ്ടുപോയ ആൾക്കാരുണ്ട്. ആ ഒരു ബോധം അത് നമ്മുടെ മനസ്സിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹത്തെ ഗുരുവായിട്ടെടുക്കാം. ഗുരു എന്ന് പറഞ്ഞ സങ്കല്പം നമ്മുടെ അറിവില്ലായ്മയെ മാറ്റുന്ന ഒരു വെളിച്ചമാണ്, ഒരു ദീപമാണ്. ആ അറിവിലേക്ക് നമ്മളെ കൊണ്ട് ഏതൊരാളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവായിട്ടെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ നിങ്ങൾക്ക് ഗുരുവായി, ആ ഗുരുവിനെ മനസ്സിലൊന്ന് ആദ്യം ഒന്ന് നമിക്കണം മനസ്സുകൊണ്ട്. അതിൽ ചിലർ കാണിക്കും പോലെ ഈ ഭയങ്കര പ്രകടനാത്മകമായിട്ട് തൊഴുത് എന്ന് പറഞ്ഞ വലിയ മന്ത്രം, അതൊക്കെ വെറും തട്ടിപ്പാണ്. ചിലരുണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഒരു വലിയ മന്ത്രം അങ്ങ് പറയും. ഈ വലിയ മന്ത്രം പറയുമ്പോൾ കേട്ടിരിക്കുന്നവർക്കും ഇയാൾ ആരോ ഒരു വലിയ സംഭവം, അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും ഒരു കാര്യമില്ല. ആ ഒരു കൈ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നിമിഷം ആ കയ്യിലൊന്ന് തൊട്ടെടുത്തിട്ട് മനസ്സില്ല ഗുരുവിനെ ഒന്ന് നോക്കി. നമ്മുടെ പൂർവികരെയൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തവരാണ്. നമ്മൾ അച്ഛനെയും ഇപ്പൊ ഏത് ഗുരുവിനെ എടുത്താലും മാതാപിതാ ഗുരു എന്നാണ്. അപ്പം അമ്മയും അച്ഛനെയും മനസ്സിലൊക്കെ ഒന്ന് കണ്ടിട്ട് അവർക്ക് ഒരുപക്ഷെ ഈ ശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ അവർ ഈ ശാസ്ത്രത്തെ എതിർക്കുന്നവരായിരിക്കും. പക്ഷേ അവർ നമ്മുടെ അച്ഛനും അമ്മയുമാണ്. അപ്പൊ ആ അച്ഛനും അമ്മയൊക്കെ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ കണ്ട്, ഒരു നിമിഷം മനസ്സിലൊന്ന് കണ്ട് ഗുരുവിനെയും കണ്ട്, ദൈവമേ, നമ്മൾ എല്ലാവർക്കും നമുക്ക് ഇഷ്ടദേവത ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ ദേവത ഉണ്ടായിരിക്കും. അത് ഇല്ലാത്ത ആൾക്കാര് അവരുടെ അവരുടെ ജാതകം എടുത്തിട്ട് ഏതെങ്കിലും നല്ല അസ്ട്രോളജറുടെ കയ്യിൽ കൊടുത്താൽ അവർ ആരാധിക്കേണ്ട മൂർത്തി, ദേവത അത് ആരാണെന്ന് പറഞ്ഞു തരും. കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ആരോടാണ് ഇഷ്ടം തോന്നുന്നത്, ആ ഇഷ്ടം തോന്നുന്ന ആളിനെ നമുക്ക് നമ്മുടെ ഗുരുവായി, നമ്മുടെ ദേവനായിട്ട് എടുത്തിട്ട് അവരൊക്കെ ഒരു നിമിഷം, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നടക്കേണ്ട കാര്യമാണ്. ഇതിന് വലിയ ചിലർ കാണിക്കും പോലെ ഒരുപാട് ഇതൊന്നും കാണിക്കരുത്. ഒരു നിമിഷം കൊണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാമാവും. പ്രസൻസ് ഓഫ് മൈൻഡിനാണ് ഇതിന് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ മനസ്സിന് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറയൂ. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരാളുടെ കൈ നോക്കി അയാൾക്ക് നഷ്ടം വരണം.
നമുക്ക് മനസ്സിലായി നഷ്ടം വരണം. പക്ഷേ ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതൊന്നും ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി സംസാരിക്കുന്നതല്ല. നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരാളുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഭാഷാശുദ്ധി എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതല്ല. അപ്പോൾ മനസ്സിൽ തോന്നുന്ന ഭാഷയും ഒക്കെ നമ്മളിങ്ങനെ പറയുകയാണ്. ആ പറയുന്നിടത്തൊരു ആപ്റ്റ് നഷ്ടം സംഭവിക്കണം. പെട്ടെന്ന് നമ്മൾ അറിയാതെ പറയാം. നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കണം. ഒരുപാട് നഷ്ടങ്ങൾ വരാം. കൃഷിയിൽ നഷ്ടം വരാം, ബിസിനസ്സിൽ നഷ്ടം വരാം, ധനപരമായ നഷ്ടം വരാം, സുഹൃത്തിന്റെ നഷ്ടം വരാം, ഗ്രഹത്തിന് നഷ്ടം സംഭവിക്കാം, വാഹനത്തിന് നഷ്ടം സംഭവിക്കാം. ആ നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ പറയുന്ന ഒരു വാക്ക് വരും. അതാണ് നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വായിൽ വന്ന് തിരികെ കയറും. നഷ്ടം നമ്മൾ പറയാൻ പോകുമ്പോൾ പറയാം, നിങ്ങൾക്ക് ധനപരമായ നഷ്ടം ഒരുപാട് സംഭവിച്ചല്ലോ. ആ പറയുമ്പോൾ അവിടെയാണ് ആപ്റ്റ് ആ കേൾക്കുന്ന ആള്, ഓ ഇയാൾ എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഈശ്വരാധീനമാണ്. അപ്പൊ നമുക്കൊരു ഈശ്വരാധീനം വളർത്തണം. അത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു തൊഴിലായിരുന്നാലും ശരി, ഒരു ഈശ്വരാധീനം ഉണ്ടാവണം. അതിന് മന്ത്രതന്ത്ര വിദ്യകൾ പഠിക്കണമെന്നില്ല. ഒരു കാരണവശാലും മന്ത്രതന്ത്ര വിദ്യകളൊന്നും പഠിക്കണ്ട. നമുക്കിപ്പം എന്താ പറയുക, വലിയ മന്ത്രങ്ങളൊന്നും നമ്മൾ പഠിക്കാൻ കഴിയുന്നവരില്ല. പക്ഷെ എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയം, ഒരു അല്പസമയം നമ്മളൊന്ന് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുക. എനിക്ക് പരിചയമുള്ളൊരു ഗുരുവുണ്ട്. ഗുരുവല്ല, അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് ഭഗവാൻ എന്നാണ് വിളിക്കുക. ആൾക്കാർ വിളിക്കുന്ന ഭഗവാൻ എന്നാണ്. എന്താ പറയുക, അതിശ്രേഷ്ഠനായ ഒരു മഹർഷിയായിരുന്നു. എന്നുവെച്ചാൽ ഒരാളിന്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും സ്വീകരിക്കാതെ അവർക്ക് അങ്ങോട്ട് ധനസഹായം ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ. ഒരു വലിയ എല്ലാവരും ഒരു അവസാനത്തൊക്കെ ഭഗവാൻ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അത്രമാത്രം അറിവുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിത്യവും ഹരേ രാമ ജപിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരോടും പറഞ്ഞതാണ്. നിങ്ങൾ വേറെ ഒരു മന്ത്രതന്ത്ര വിദ്യയും പഠിക്കണ്ട. നിങ്ങൾ നിത്യവും ഹരേ രാമ പറയുക. ഊണിലും ഉറക്കത്തിലും നിങ്ങൾ എപ്പോഴൊക്കെ ഉണർന്നിരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഹരേ രാമ പറയുക. അതിന് ശുദ്ധിയും അശുദ്ധിയും ബാധകമല്ല. ബാക്കി നമ്മൾ പഠിക്കുന്ന മന്ത്രങ്ങൾക്കെല്ലാം അല്ലേ, അങ്ങനല്ലേ ജയൻ പോറ്റി? എല്ലാ മന്ത്രങ്ങൾക്കും ശുദ്ധിയും അശുദ്ധിയൊക്കെ ഉണ്ട്. അതിന് നമ്മൾ ശരീരശുദ്ധി ഉണ്ടായിരിക്കണം, മനഃശുദ്ധി ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഹരേ രാമയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. ആർക്കും എപ്പോഴും ഋതുമതിയായ പെൺകുട്ടികൾക്കും പറയാം, ആ സമയത്തും പറയാവുന്നതാണ്. അതിന് അശുദ്ധി ഇല്ലാത്ത ഒരു മന്ത്രമാണ്. ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മന്ത്രവുമാണ്. അതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു പരമസിദ്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണിത്. ആർക്കും അനുഗ്രഹ പ്രഭാഷണം കൊടുക്കുകയോ കാഷായ വസ്ത്രം ധരിക്കുകയോ കഴുത്തിൽ നിന്ന് രുദ്രാക്ഷം ഇടുകയോ, ഇന്ന് നമ്മൾ കാണുന്ന സന്യാസിമാരെ പോലെ സ്വർണം കെട്ടിയ രുദ്രാക്ഷവും അംശവടിയും പിന്നെ 8 വിരലിലും പിന്നെ വിവിധങ്ങളായ മോതിരങ്ങളും ഇതൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഒരു ഒറ്റ മുണ്ടും തോർത്തും, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ വേഷം, ജഡയും. അത്രയേ ഉള്ളൂ. വളരെ 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 സ്വാധീന പുണ്യാത്മാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ ഹരേ രാമ പറയുക. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഹരേ രാമ, ഇല്ലേ? എല്ലാവർക്കും അറിയുന്ന മന്ത്രമാണ്. ആ ഹരേ മന്ത്രം നിങ്ങൾ ശീലിക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുമ്പോഴൊക്കെ പറയുക. വണ്ടി ഓടിച്ചു പോകുമ്പോൾ പറയാം, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പറയാം, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയാം. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു 30 ദിവസം നിങ്ങൾ ഹരേ രാമ പറഞ്ഞാൽ 31ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ ഉറക്കത്തിൽ എണീക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഹരേ രാമ പറഞ്ഞുകൊണ്ടിരിക്കും. 30 ദിവസം നിങ്ങൾ നിഷ്ഠയായിട്ട് ഹരേ രാമ എപ്പോഴും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഹരേ രാമ പറയുന്നു. മനസ്സിൽ പറഞ്ഞാലും മതി. ഇപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾക്ക് എന്തോ കുഴപ്പമാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് മനസ്സിൽ പറഞ്ഞാലും മതി. പക്ഷെ 31ാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ എണീക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഹരേ രാമ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതാണ് മന്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അത് ചെയ്താൽ ഈ ഹരേ മന്ത്രത്തിന്റെ പ്രത്യേകത പറയുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരിക്കുന്ന ദോഷങ്ങൾ കഴുകിക്കളയാൻ ഹരേ രാമ സഹായിക്കുന്നതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള ദോഷങ്ങൾ, ആ പാപങ്ങൾ മുഴുവൻ തീരാൻ ഹരേ രാമ മന്ത്രം
സഹായിക്കുമെന്നാ പറയാം. ആ ഒരു മന്ത്രം പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാവുന്നില്ല, അറിയാലോ, ഹരരം അറിയില്ലേ, എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലേ? ഗൗതം അറിയില്ലേ? സിദ്ധാർത്ഥ് അറിയില്ലേ? അറിയാം സാർ, അറിയാം സാർ. അറിയാം. അപ്പൊ അത് പറയുക, പ്രാക്ടീസ് ചെയ്യുക. കഴിയുന്നതും ഒരു നിശ്ചിത സമയം എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒരു മന്ത്രം പറഞ്ഞ് കുറെ സമയം ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക, മനസ്സ് ഏകാഗ്രമായിരിക്കുക. കഴിയുന്നതും അന്യനെ ദ്രോഹിക്കുന്ന ചിന്തകൾ നമ്മളിന്ന് ഒഴിവാക്കുക. മറ്റൊരാളെ ദ്രോഹിക്കാൻ കഴിയുന്ന ചിന്തകൾ, പ്രവൃത്തിയും. കാരണം പ്രവൃത്തി പലർക്കും കാണില്ല, പക്ഷെ ചിന്ത കാണും. മനസ്സിലായില്ലേ? മറ്റൊരാളെ ദ്രോഹിക്കണമെന്നുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല, പക്ഷെ ചിന്ത മനസ്സിൽ കാണും. അവനിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ അങ്ങ് വളർന്നു പോയോ എന്നൊക്കെ ആ ചിന്തകളിൽ നിന്നൊക്കെ നമ്മളങ്ങ് മാറുക. എനിക്കുള്ളത് അത് പ്രകൃതി എനിക്ക് തന്നെ തരും, മറ്റൊരാളിന് കൊടുക്കില്ല. അവൻ അധികം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി അവന് കൊടുത്തതാണ്, അത് അവൻ അനുഭവിക്കും, എനിക്ക് അർഹതപ്പെട്ടതല്ല. അല്ലെ ഞാനും അവനും ഒരേപോലെ പഠിച്ചതാണ്, ഒരേപോലെ ചെയ്തതാണ്, എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ, അവൻ ഇത്രയും കിട്ടിയത് അത് അവന് പ്രകൃതി കൊടുത്തതാ. അവന് പ്രകൃതി കൊടുത്തതിന്മേൽ അവകാശം പറയാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ നമ്മൾ അന്യനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ നന്മയെക്കുറിച്ചും സമൂഹത്തിന്റെ നന്മയെക്കുറിച്ചും നമ്മുടെ കൂടെ ഉള്ളവരുടെ നന്മയെക്കുറിച്ചും ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമാവും. നമ്മുടെ മനസ്സ് സ്വസ്ഥമായാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലത് വരും. ഓക്കെ, താങ്ക് യു. സാർ. താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണേ. നമുക്ക് എല്ലാവരെയും നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. തീർച്ചയായും സാർ, നേരിട്ട് കാണാം. സാറിന്റെ അനുഗ്രഹം ഉണ്ടാവണം. നമുക്ക് ഇതൊന്ന് പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് സാർ ചെയ്തു തന്നാൽ വലിയ ഉപകാരം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.